വീടുകളിൽ 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ് നമ്മുടെ റെഫ്രിജറേറ്റർ അഥവാ ഫ്രിഡ്ജ്. അപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ ഉപയോഗത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം കൂടാനും അത് ഇലക്ട്രിസിറ്റി ബില്ലിൽ റിഫ്ലക്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. എന്തൊക്കെയാണെന്നല്ലേ? ഒന്നാമത്തെ കാര്യം, നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് നാൾ പഴക്കമുള്ള ഫ്രിഡ്ജാണ് ഇരിക്കുന്നതെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പുതിയ സ്റ്റാർ ലേബലിംഗ് ഒക്കെ നോക്കി എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മോഡലിനെ വെച്ച് നമ്മളത് റീപ്ലേസ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഫ്രിഡ്ജ് പ്ലേസ് ചെയ്യുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് അതിനൊരു എയർ സർക്കുലേഷനൊക്കെ ഉള്ള ഒരു പ്ലേസിൽ അത് ഫിക്സ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മൾ ക്ലോസ് ചെയ്യുക. എപ്പോഴും തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാതിരിക്കുക. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഡോറ് കാലപ്പഴക്കം കൊണ്ട് ഡോറിലൊരു ബീഡിങ് ഉണ്ടാവും. ആ ബീഡിങ്ങിനിടയിലൂടെ എയർ ലീക്കേജ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ലീക്കേജ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഫ്രിഡ്ജിൽ ഒരുപാട് സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ കുത്തി നിറച്ച് വയ്ക്കാതിരിക്കുക. അതുപോലെ തന്നെ ചൂട് ആറിയതിനു ശേഷം മാത്രം ഭക്ഷണ സാധനങ്ങൾ ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജ് എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ കറണ്ട് ബില്ലും കൂടില്ല.